നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ വിഗ്രഹഘോഷയാത്ര നെയ്യാറ്റിൻകരയിലെത്തി. ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളോടെ ഘോഷയാത്രയെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നെയ്യാറ്റിൻകരയിലാണ് ഇപ്പോൾ ഘോഷയാത്ര എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. നീലിമ, ഘോഷയാത്ര എത്തിയിരിക്കുകയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. ഇപ്പോൾ ഉടവാളേന്തിയ പ്രതിനിധിയെ സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. പുഷ്പം സ്ഥാപിച്ചുകൊണ്ട് ഉടവാളേന്തിയ പ്രതിനിധിയെ ആദ്യം ക്ഷേത്രസന്നിധിയിലേക്ക് സ്വീകരിക്കും. തുടർന്ന് എത്തുന്ന വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കുകയും ചെയ്യും. ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉടവാളേന്തിയ പ്രതിനിധിയെ സ്വീകരിച്ചു കഴിഞ്ഞു. തുടർന്ന് പിന്നാലെ തന്നെ സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്തുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് പിന്നാലെ തന്നെ കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയുടെയും എഴുന്നള്ളത്തുണ്ട്. ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് എത്തിയിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ പ്രവേശിച്ചതിന് ശേഷം മന്ദബന്ധമായിട്ടായിരുന്നു എഴുന്നള്ളത്ത് കടന്നു വരുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ വീതികളിലും ഭക്തജന സഹസ്രം നിരക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാമായിരുന്നു. പടുക്കയും നിലവിളക്ക് കത്തിച്ചും പടുക്കയൊരുക്കിയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ യാത്രയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ യാത്രയുടെ മൂന്നാം ദിനം അവസാനിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മൂന്നാം ദിനം അവസാനിക്കാൻ പോവുകയാണ്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ഈ ചടങ്ങുകൾ യാത്ര അവസാനിക്കുന്നത്. നാളെ രാവിലെ വീണ്ടും ചടങ്ങുകൾക്ക് തുടക്കമാവുകയും യാത്ര തലസ്ഥാന നഗരിയിലേക്ക് തിരിക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ളൊരു ഭക്തജന ബാഹുല്യം നമുക്കിവിടെ കാണാൻ കഴിയും. തീവട്ടി മുൻപിലെത്തിക്കൊണ്ടാണ് ദേവിയെ സരസ്വതി ദേവിയെ ചടങ്ങുകളാണ് ഉത്സവ സമിതി നിർദ്ദേശങ്ങളടക്കം നൽകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഘോഷയാത്ര കാണാൻ രാജപ്രതിനിധിയാണ് ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തീവട്ടി ഭക്തജനങ്ങൾ സംഘം ആദ്യം പിന്നാലെ തേവാരക്കെട്ട് സരസ്വതി ദേവിയെയും ആനയിക്കുകയും ചെയ്യും. ഇനി ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. ആ ചടങ്ങുകളിലേക്ക് അധികൃതർ അതുമായി ബന്ധപ്പെട്ട മണ്ഡപത്തിലേക്ക് കയറാൻ പാടില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുള്ള മുഹൂർത്തം സംജാതമായിരിക്കുന്നു. ഇന്നത്തെ ഒരു പകൽ മുഴുവനും അനന്തപുരിയിലൂടെയായിരുന്നു. അനന്തപത്മനാഭൻ്റെ മണ്ണിലൂടെയായിരുന്നു യാത്ര. 11:30 യാത്ര സംഘം കളിയിക്കാവിളയിൽ തമിഴ്നാട് കേരള അതിർത്തിയിൽ കളിയിക്കാവിളയിൽ എത്തിയിരുന്നു. ആ സംഘത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സ്വീകരിച്ചതിന് ശേഷം തുടർന്ന് യാത്ര കടന്നു പോകുന്ന വഴികളിൽ എല്ലാം അമ്മയെ ഒരു നോക്ക് കാണുവാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനുമായി ഭക്തജന സഹസ്രങ്ങൾ നിരന്നു നിൽക്കുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഈ യാത്രയുടെ മൂന്നാം ദിനത്തിൻ്റെ അവസാനമായിട്ടാണ് ഇന്ന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര എത്തുന്നത്. വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒരു അകമഴിഞ്ഞ അവരുടെ ഒരു ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് ഇപ്പോൾ സാഫല്യമാകുന്നത്. ഓരോ വർഷവും കഴിയും തോറും ജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പേർ അല്ലെങ്കിൽ കൂടുതൽ ഭക്തർ ഈ കുണ്ടണി നങ്കയെയും കുമാരസ്വാമിയെയും മുന്നൂറ്റി നങ്കയെയും കുമാരസ്വാമിയെയും കാണുന്നതിനും തേവാരക്കെട്ട് സരസ്വതി ദേവിയെ കാണുന്നതിനുമായി ഇവിടേക്ക് എത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ഒരു ജന്മത്തിൻ്റെ സാഫല്യം എന്ന നിലയിലാണ് ഓരോ ഭക്തനും അവരുടെ മനസ്സിൽ ഈ സമയങ്ങളിലെല്ലാം ഇവിടേക്ക് എത്തണമെന്നും ഈ തേവാരക്കെട്ട് സരസ്വതിയെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്നടക്കമുള്ള ആഗ്രഹമാണ് അവരെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ തേവാരക്കെട്ട് സരസ്വതി എഴുന്നള്ളുന്ന കാഴ്ചയാണ് ഇവിടെ പ്രത്യേകം ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ആദ്യം തന്നെ ഉടവാളേന്തിക്കൊണ്ട്, അതായത് ഈ വിഗ്രഹ ഘോഷയാത്രയുടെ മുൻപിൽ നടക്കുന്നത് ഉടവാളേന്തിയ പ്രതിനിധിയാണ്. ആ പ്രതിനിധിയെ തന്നെ ആദ്യം തന്നെ സ്വീകരിച്ചതിന് ശേഷം രണ്ടാമത് ആനപ്പുറത്ത് തിടമ്പേറ്റുന്ന
തേവാരക്കെട്ട് സരസ്വതിയെ ഈ സ്ഥലത്തേക്ക് സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ, ആ ചടങ്ങുകൾക്ക് മുൻപ് എങ്ങനെയാണോ നടന്നിരുന്നത് അതൊന്ന് യാതൊരുവിധ കോട്ടവും തട്ടാതെയുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സംസ്ഥാന പോലീസ് നൽകുന്ന ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. ആ ഗാർഡ് ഓഫ് ഓണർ നൽകി യാത്രയെ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ നിരവധി ചടങ്ങുകൾക്കാണ് ഇന്ന് ഈ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു ഭക്തരുടെ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ ഈ നിമിഷത്തെ കാണുവാനും ഈ നിമിഷം കണ്ട് സായുജ്യം അടയുവാനുമായി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ കുമാരസ്വാമിയുടെ പല്ലക്ക് ഉള്ളിലേക്ക് കയറ്റുന്ന ഈ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മണ്ഡപത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തായിട്ട് വന്നുകൊണ്ട്, അതായത് ഈ ക്ഷേത്രത്തിന് മുൻപിൽ മധ്യഭാഗത്തായി തേവാരയും ഇടത് വലത് ഭാഗങ്ങളിലായി കുണ്ടടി നങ്കയും കുമാരസ്വാമിയുടെയും പല്ലക്കുകൾ നിരത്തി നിർത്തിയിട്ടുണ്ട്. അവിടെ ഭക്തർക്ക് കാണുവാനും കണ്ട് ദർശനം നേടുവാനുള്ള ഒരു അവസരവും ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ജനസഞ്ചയം നമുക്കിവിടെ കാണാൻ കഴിയും. ഭക്തജനങ്ങളുടെ ഒരു വലിയ സഞ്ചയവും നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ആ ചടങ്ങുകളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകൾ ആരതി ഒഴിഞ്ഞുകൊണ്ട് ഈ യാത്രാ സംഘത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങുകൾ പുരോഗമിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറും. അതിനുശേഷമായിരിക്കും പോലീസ് നൽകുന്ന ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകുക. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വരവേൽപ്പാണ് അനന്തപുരിയുടെ മണ്ണിലേക്ക് യാത്രാ സംഘത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൻ്റെ സാഫല്യം എന്ന നിലയിൽ ആണ് ഈ യാത്രാ സംഘത്തെ സ്വീകരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീലിമ, തേവാരക്കെട്ട് സരസ്വതി ദേവിയുടെ വിഗ്രഹം ആനപ്പുറത്തും വേളിമല കുമാരസ്വാമിയും ശുചീന്ദ്രം 300 നങ്കയും പല്ലക്കുകളിലുമാണ് അവിടെ നിന്നും പുറപ്പെട്ടത്. ഇപ്പോൾ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ഘോഷയാത്രയുടെ സമാപനം. നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുകയായി. സന്ധ്യയോടെ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ എത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേൽക്കും. പത്മതീർത്ഥത്തിലെ ആറാട്ടിന് ശേഷം നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ ഒക്ടോബർ 4 വരെ പൂജയ്ക്കിരുത്തും. നവരാത്രി ഘോഷയാത്രയുടെ ഇന്നത്തെ സമാപനം നെയ്യാറ്റിൻകരയിലാണ് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.